ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ വരാൻ പോകുന്ന LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് 150 ടോപ്പിക്സിന്റെ ഒരു സീരീസ് ഉണ്ട്. അത് എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നത്. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും 7 o'clock. അതുപോലെ തന്നെ നൂൺ, അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും 12 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിള്ളേർ ഇത് കണ്ട് പഠിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം നമ്മൾ ഇംഗ്ലീഷും മലയാളവും SCRT മാത്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കറണ്ട് അഫയേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. മാറി മാറി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നത് മലയാളത്തിന്റെ ക്ലാസ് ആണ്. അപ്പം LGSകാർ വേറെ എന്തെങ്കിലും പോയിരുന്ന് പഠിച്ചോളൂ. ലൈക്ക് തന്നിട്ട് പോകണം കേട്ടോ. ഇനി നമുക്ക് LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രം നിന്നിട്ട് ക്ലാസ് കാണുക. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റീസെന്റ് നടന്ന ഒരു PSC എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മലയാളത്തിലെ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. ഇപ്പൊ നമ്മളൊരു 10-25 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് അടിച്ച് കിട്ടാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നിരന്തരം അത് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയതൊന്നും കാര്യം പഠിക്കാതെ പഴയതിൽ നിന്ന് തന്നെ ഒരു 6 ക്വസ്റ്റ്യൻ 6 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക, ക്ലാസ് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതി ആൻസറും ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ബോർഡ് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം, അതായത് ഇടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം. കാരണം അതെനിക്ക് ബോർഡിന്റെ സഹായത്തോടു കൂടി മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ബോർഡ് യൂസ് ചെയ്യാണ്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ നോക്കൂ, നമ്മളോട് കണ്ണീർ, വിണ്ണാർ, തണ്ണീർ, വെണ്ണീർ, കണ്ണീർ, വിണ്ണാർ, തണ്ണീർ, വെണ്ണീർ എന്നൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു. ഈ തന്നിരിക്കുന്നതിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തതേത്, ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തതേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം സന്ധി നമുക്കറിയാം അല്ലേ, ഏതൊക്കെയുണ്ട്? ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി. ഇത് 4 ബേസ് ചെയ്താണ് സാധാരണ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. പിന്നെ സ്വരസന്ധി, വ്യഞ്ജനസന്ധി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അത് പോട്ടെ. നമ്മൾ മെയിനായിട്ടും ആഗമം, ആദേശം, ലോപം, ദ്വിത്വം ഇതാണ് അറിഞ്ഞു വെക്കേണ്ടത്. അപ്പൊ നമുക്കൊന്ന് ഇതിനെ ഒന്ന് പിരിച്ചെഴുതി നോക്കാം. കണ്ണീർ, കണ്ണീർ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? കൺ അധികം നീർ ആണ് കണ്ണീർ അല്ലേ. വിണ്ണാർ എന്താ വരുന്നത്? വിൺ അധികം ആർ ആണ് വിണ്ണാർ. തണ്ണീർ എങ്ങനെ വരും? തൺ അധികം നീർ തണ്ണീർ. വെണ്ണീർ എങ്ങനെ വരും? വെൺ അധികം നീർ വെണ്ണീർ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതാണ്. സന്ധി കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ, കണ്ണീർ അല്ലെ. കണ്ണീർ എന്ന് പറയുമ്പോൾ നമുക്കിതാ ഇത് പിരിച്ചെഴുതിയപ്പോ ഈ നകാരം പോയിട്ട് നാ പോയി, പിന്നെ നായാണ് പകരം വന്നത്. കണ്ണീർ, നായ് 2 നായില്ലേ, കണ്ണീർ. നാ പോയിട്ട് നാ വന്നു. അപ്പൊ 1 പോയിട്ട് 1 വന്നു കഴിഞ്ഞാൽ അത് സന്ധി ഏതാണ്? ആ സന്ധി ആദേശസന്ധിയാണ്. രണ്ടാമത്തെ കേസ് ഒക്കെ വിണ്ണാർ, വിൺ പ്ലസ് ആർ, വിണ്ണാർ. ഇവിടെ ഒന്നും പോയിട്ടില്ല, പകരം ഒരു സാധനം ഇരട്ടിച്ചു, നാ ഇരട്ടിച്ചു അല്ലെ. നാ ഇരട്ടിച്ചു, ആ ഇവിടെ ഉണ്ട് വിണ്ണാർ. അപ്പൊ ഇരട്ടിച്ചപ്പോ സന്ധി ഏതാണ്? ഇത് ദ്വിത്വസന്ധിയാണ്. അടുത്തത് നോക്ക്, തൺ പ്ലസ് നീർ. കണ്ണീറിന്റെ കേസ് പോലെ തന്നെ നാ പോയി നാ വന്നു. അപ്പൊ ഇത് ആദേശസന്ധി. വെണ്ണീർ അതും അങ്ങനെ തന്നെ, നാ പോയി നാ വന്നു, ആദേശസന്ധി അല്ലെ. 1 പോയി 1 വന്നപ്പോ ആദേശസന്ധിയായി. അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് ആദേശസന്ധിയിൽ പെടാത്തത് ഏത് മാത്രമേ ഉള്ളൂ? വിണ്ണാറ് മാത്രമേ ഉള്ളൂ. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പം ആദ്യമേ ബോർഡിന്റെ സഹായം വേണ്ടതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോക്കിയേക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 71 ആണ് കേട്ടോ. കുലം കൂലം ശരിയായ അർത്ഥജോഡി. കുലം കൂലം ശരിയായ അർത്ഥജോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കുലം കൂലം. A വംശം തീരം, B വംശം കൂടുതൽ, C തീരം വംശം, D തീരം പുഴക്കര. അപ്പൊ നമുക്ക് കുലം എന്ന് പറഞ്ഞാൽ വംശമാണെന്നും കൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീരമാണെന്നും അറിഞ്ഞു വെക്കുക. ഓക്കെ, കുലം വംശം നമ്മൾ പറയാറില്ലേ, യാദവ കുലം അല്ലെ, യദുകുലം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വംശമാണ് അല്ലെ. കുലം വംശം. കൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
തീരം, കൂലം, തീരം. അപ്പൊ നമ്മള് ഈ കൂലകം എന്നൊക്കെ പറയത്തില്ലേ, കൂലകം എന്ന് പറഞ്ഞാലും തീരമാണ്, ചിതൽപുറ്റാണ്. അതുപോലെ തന്നെ പടവലം, കൂലകം, പടവലം, കൂലകം, ചിതൽപുറ്റ്, കൂലകം, തീരം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് കുലങ്കുഷമായിട്ടുള്ള ചർച്ച എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതായത് കര കവിഞ്ഞ, കരയെ തകർക്കുന്ന. അതുപോലെ തന്നെ കൂലങ്കഷം, കൂലങ്കഷം എന്ന് പറഞ്ഞാല് നദീപ്രവാഹം, സമുദ്രം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൂലം, കൂലകം, അതിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഓപ്ഷൻ എ, കുലം, വംശം, കൂലം, തീരം. രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് നോക്കിയേ. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം ഭാര്യാമാതാവ്, മരുമകൾ, ഭർത്തൃമാതാവ്, മരുമകൻ. ജാമാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മകളുടെ ഭർത്താവാണ് അല്ലെ, മകളുടെ ഭർത്താവ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മരുമകൻ എന്ന് പറയാനായിട്ട് പറ്റും. ജാമാതാവ്, മരുമകൻ. അടുത്ത നോക്കൂ, ശരിയായ വാക്യമേത്? ഞാൻ എത്ര താമസിച്ചു കിടന്നും കൃത്യമായി ഉണരുകയും ചെയ്യും. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അവിടെ എന്തൊക്കെയോ എറർ ഉണ്ടല്ലേ. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. ഉണരുകയും ചെയ്യും എന്നുള്ള പ്രയോഗം വേണ്ട. ഞാൻ എത്ര താമസിച്ച് കിടക്കുകയോ കൃത്യമായി ഉണരുകയും ചെയ്യും. അതും തെറ്റാണ്. ഇവിടെ നോക്ക്, ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. നെക്സ്റ്റ്, NOC നമ്മൾ കേട്ടിട്ടാണ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന് തത്തുല്യമായി ഉപയോഗിക്കുന്ന പദം, NOCക്ക് തത്തുല്യമായി ഉപയോഗിക്കുന്ന പദമാണ് നിരാക്ഷേപ പത്രം. നിരാക്ഷേപ പത്രം. അടുത്തത്, അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം. അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? മതി എന്നുള്ള ഭാവം. നീ അലംഭാവം കാണിക്കല്ലേ കേട്ടോ, നമ്മൾ പറയാറില്ലേ ചില കാര്യങ്ങളെ, അലംഭാവം കാണിക്കല്ലേ. അപ്പൊ മതി എന്നുള്ള ഭാവമാണെന്ത്? അലംഭാവം. അഹംഭാവം, അഹങ്കാരം. അലംഭാവം മതി എന്നുള്ള ഭാവം. അഹം ആണെങ്കിൽ അഹങ്കാരമായി പോലെ അഹംഭാവം. ദെൻ 76, ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ആർദ്രം, ആർദ്രത. ആർദ്രം നമുക്കറിയാം എന്താണ്? നനവുള്ളതാണെന്ത്? ആർദ്രം അല്ലെ. ആർദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നനവുള്ള. 77, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തതേത്? ഇതാണ് ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് ബോർഡിൽ എഴുതി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആൻസർ എന്താന്ന് അല്ലെ. ആൻസർ ഏതാ വന്നിരിക്കുന്നത്? വിണ്ണാറാണ്. വിണ്ണാർ സന്ധി ഏതായിരുന്നു? ദ്വിത്വസന്ധിയാണ്. എന്തുകൊണ്ടാണ് ദ്വിത്വസന്ധി വന്നത് എന്നൊക്കെ ഞാൻ ബോർഡിന്റെ സഹായത്തോടു കൂടി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഋഷികളെ സംബന്ധിച്ച ഇതിന്റെ ഒറ്റപ്പദം ആർജവം, ഋഷത്വം, ആർഷ, ഋഷഭം. ഋഷഭം കാളയാണ്. ആർഷ, നമ്മളൊക്കെ സംസ്കാരം ഉണ്ടല്ലോ, ഇന്ത്യയുടെ സംസ്കാരം എന്താ? ആർഷഭാരത സംസ്കാരം അല്ലെ. ഋഷികളെ സംബന്ധിച്ച അതാണ് ആർഷഭാരതം. ഋഷികളെ സംബന്ധിച്ച ഒരു സംസ്കാരമാണ് നമ്മൾ ആർഷഭാരത സംസ്കാരം. അപ്പൊ ആർഷ എന്നുള്ളതാണ് ഇവിടെ എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. അടുത്തത്, സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാ പദമേത്? നിരാക്ഷേപ പത്രം. നിരാക്ഷേപ പത്രം ഏതാ നമ്മൾ കണ്ടു ഇപ്പം അല്ലെ, NOC ആണ്. പരിപത്രം, നിവേദനം, ഉത്തരവ്. അപ്പൊ നമ്മൾ സാധാരണ സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഉത്തരവിനെയാണ് സാധാരണ നമ്മൾ സർക്കുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാറുള്ളത്. പക്ഷെ PSC ഇവിടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് പരിപത്രം എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ, ഫൈനൽ ആൻസർ കീയില് പരിപത്രമാണ് തന്നിരിക്കുന്നത്. എന്റെ അറിവിൽ സർക്കുലർ എന്ന് പറഞ്ഞാൽ ഉത്തരവാണ്. ഇവിടെ പരിപത്രം എന്നാണ്. എനിക്കറിയില്ല, പുതുതായിട്ട് വന്നിരിക്കുന്ന എന്താ പറയുന്ന ഒരു ഉത്തരവ് എന്നുള്ള രീതിയിലാണ് സർക്കുലറിനെ കാണിക്കുന്നത്. PSC ആൻസർ പരിപത്രമാണ് കേട്ടോ. അടുത്ത നോക്ക്, വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം. വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. മലിനം, ആവൃത്തി, അഭിവൃദ്ധി, ക്ഷയം. വൃദ്ധിയുടെ എന്താണ്? ക്ഷയം അല്ലെ. വൃദ്ധിയുടെ വിപരീത പദം ക്ഷയം. ഇതൊക്കെ PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 80ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 78 റിപ്പീറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 77 റിപ്പീറ്റ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 76 ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 72 അത് റിപ്പീറ്റ് ആണ്. അപ്പൊ 4-5 ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കി. നമ്മളിവിടെ കണ്ട ഈ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ അല്ലേ. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടീച്ചർ അല്ലെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ മെന്റർ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും അല്ലെ. തനിയെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ സന്ധിയുടെ ബോർഡ് യൂസ് ചെയ്ത് പറഞ്ഞു തന്നതിന്റെ കാര്യം അതാണ്. അല്ലാത്തതൊന്നും ഞാൻ ബാക്കിയുള്ള 9 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഡിസ്കസ് ചെയ്യണ്ട, അതിന് ആവശ്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് മറ്റൊരു മെത്തേഡിൽ ചെയ്തത്.
എനിവേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇരുന്ന് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കൂടെ ആ ക്ലാസ് ഫോളോ ചെയ്ത് പോയാലും മതി. മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്